ഞാൻ ശാന്ത വിജയ്. നമ്മളെ ജീവിതത്തിലെ അനുഭവിക്കുന്ന ഏതൊരു സുഖവും ദുഃഖവും നമ്മളുടെ പൂർവ്വപുണ്യം അനുസരിച്ചാണ്. അപ്പം നമ്മളുടെ പൂർവ്വപുണ്യം അനുഭവത്തിൽ വരുന്ന കാലത്ത് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ തരുന്നത് പൂർവ്വപുണ്യം അനുസരിച്ചാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, നമ്മൾക്ക് അനുഭവങ്ങൾ തരാനുള്ള ആൾക്കാർ നമ്മളുടെ ചുറ്റും ഉണ്ടാവും. വ്യക്തികളും ഉണ്ടാകും, സാഹചര്യങ്ങളും ഉണ്ടാകും. പക്ഷേ ഈ വ്യക്തികളും സാഹചര്യങ്ങളും നമ്മൾ ഈ വിവാഹത്തിനൊക്കെ പൊരുത്തം നോക്കുമ്പോൾ പൊരുത്തത്തെപ്പറ്റി പറയാറില്ലേ, അതേപോലെ നമ്മളുമായിട്ട് വളരെയേറെ പൊരുത്തപ്പെടുന്ന ആൾക്കാരായിരിക്കും. അവരുമായിട്ടുള്ള അസോസിയേഷൻ നമുക്ക് വളരെയേറെ നമ്മളുടെ ഊർജം പോസിറ്റീവ് ആക്കുന്നതാണ്. നമ്മൾ പറയില്ലേ, മോട്ടിവേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരേ വേവ് ലെന്താണ് ഉണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ. പക്ഷെ അവരുടെ നമ്മളോടുള്ള സാമീപ്യം നമുക്ക് വളരെ വളരെ സപ്പോർട്ടീവായിരിക്കും. അതായത് നമ്മളൊരു സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഐശ്വര്യത്തിൽ സന്തോഷിക്കുന്നവരും നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നവരും നമ്മളോട് അസൂയയില്ലാത്തവരും സ്നേഹമുള്ളവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നമുക്ക് ചുറ്റും ആ സമയത്തുണ്ടാവുക. അത് സംശയമില്ലാത്തൊരു കാര്യമാണ്. അതേപോലെ നമ്മളുടെ പുണ്യം ക്ഷയിച്ച് നമ്മൾക്ക് ദോഷാനുഭവങ്ങൾ വരാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളോടുള്ള സൗഹൃദമുള്ള അല്ലെങ്കിൽ നല്ല ഹൃദയത്തിനുടമകൾ എന്ന് വേണം പറയാൻ, അങ്ങനെയുള്ള ആളുകൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് കാണാറുണ്ട്. അത് നമ്മളൊന്നും ചെയ്തിട്ട് മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടാവില്ല. എന്തെങ്കിലും ഒരു സാഹചര്യം വരുന്നു, ഒന്നുകിൽ നമ്മൾ അവരിൽ നിന്ന് അകലുന്നു, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ എന്തെങ്കിലും സാഹചര്യവശാൽ അവർ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു. അങ്ങനെ പോകുകയും അതേപോലെ തന്നെ ആ സ്ഥാനത്ത് നമ്മൾക്ക് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ തരുന്ന വ്യക്തികൾ നമുക്ക് ചുറ്റും ഉണ്ടാകുകയും ചെയ്യും. അത് നമ്മൾ ബോധപൂർവമാണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളുടെ ഗ്രഹനില അനലൈസ് ചെയ്താൽ നമ്മൾക്ക് വരാൻ പോകുന്ന കാലം എങ്ങനെയുള്ളതാണ്, നല്ല അനുഭവങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യാനുള്ളതാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും ജാതകം നോക്കുമ്പോൾ നമുക്ക് ദോഷകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ കർമ്മങ്ങളിലും ശ്രദ്ധ പാലിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സമയം നല്ലതാണെങ്കിൽ നമുക്ക് കൂടുതലൊന്നും ആലോചിക്കാതെ ഏത് റിസ്ക്കും എടുക്കാൻ പറ്റും. പക്ഷേ മോശം സമയമാണെങ്കിൽ നമ്മൾ വളരെ ആലോചിച്ച് മാത്രം ചെയ്യണമെന്ന് പറയാറുണ്ടല്ലോ. ചെയ്യണ്ട എന്നല്ല, നമ്മുടെ ഭാഗത്തുള്ള ശ്രദ്ധ, നമ്മുടെ അവെയർനെസ്, നമ്മൾ റിസ്ക് എടുക്കുന്നതിലൊന്ന് ആലോചിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതേപോലെയാണ് ഈ നെഗറ്റീവായിട്ടുള്ള നമ്മളുടെ സമയം പുണ്യം ക്ഷയിക്കുന്ന സമയത്ത് നമ്മൾ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുക. അതേപോലെ നമ്മൾ ഇതുവരെ ചെയ്ത ജീവിതത്തിലെ അനുഭവങ്ങളും നമ്മളെ സ്വാധീനിക്കും. ഇപ്പം നമ്മൾ നല്ല സൗഹൃദങ്ങളുമായിട്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ നല്ല കൂട്ടുകെട്ടുകളിൽ പെടാനായിട്ട് വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മളുടെ കൂടെയുള്ള ആൾക്കാരുടെ ചിന്തകൾ നമ്മളെ സ്വാധീനിക്കും. അത് നമ്മളുടെ മനോഭാവത്തിനെ മാത്രമല്ല, നമ്മളുടെ കർമ്മഗതിയെയും നിയന്ത്രിക്കുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തെപ്പറ്റി തന്നെ പുറകോട്ട് ചിന്തിച്ചാലറിയാം. നമ്മൾക്ക് നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മൾക്ക് എത്രമാത്രം സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന വ്യക്തികളായിരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. അതുപോലെ തന്നെ നല്ല നല്ല അനുഭവങ്ങൾ വരാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ ശാന്തമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ദുഃഖമുള്ള അനുഭവങ്ങൾ വരുന്നതിന് മുൻപ് നമുക്ക് മനസ്സിലൊരു അസ്വസ്ഥത തോന്നും. അത് നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്നതാണ്. അതായത് അതിൻ്റെ ഒരു സയൻസ് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ മനസ്സ് എങ്ങനെയാണോ, നമ്മൾ എത്രമാത്രം ദുഃഖത്തിലാണോ, അപ്പോൾ നമ്മളുടെ അനുഭവങ്ങളും ദുഃഖപൂരിതമായിരിക്കും. അതായത് നമ്മുടെ മനസ്സാണ് നമ്മൾക്ക് കർമ്മങ്ങളെ കൊണ്ടുതരുന്നത്. ജ്യോതിഷം അങ്ങനെയാണ് പറയുന്നത്. നമ്മളുടെ മനസ്സിലുള്ള ചിന്തകൾ വഴിയാണ് നമ്മൾക്ക് കർമ്മബന്ധം ഉണ്ടാകുന്നത്. കർമ്മം എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ ചിന്തകളുടെ കൂട്ടമാണ്. നമ്മുടെ ഉപബോധ മനസ്സിലുണ്ടായിരിക്കുന്ന ചിന്തകൾ എന്താണോ അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തകൾ വെച്ചാൽ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വരുമെന്ന് പറയുന്നതിൻ്റെ തത്വം അത് തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരുപടി കൂടി കടന്നു പറയുക, പോസിറ്റീവായിട്ടുള്ള ചിന്തകളും നമ്മളുടെ ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസും കൊണ്ടാണ്.